അതായത് ഒരു സെന്റൻസ് ആണ് കേട്ടോ. ആ സെന്റൻസ് എന്താന്നുള്ളത് പുള്ളി എക്സ്പ്രസ് ചെയ്യും. താമര, ചെമ്പരത്തി, മുല്ല, പിച്ചി. എന്തുവാട്ടാ ചേട്ടൻ പറയണൊന്നും മനസ്സിലാവുന്നില്ല. ഇത് പറഞ്ഞ് ഫലിപ്പിച്ചാലുണ്ടല്ലോ ഈ ലോകത്ത് ആരെ വേണമെങ്കിലും എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും പറഞ്ഞ് കൺവിൻസ് പറ്റും. ഇത് ചെമ്പരത്തി വെച്ചിരിക്കുന്നു. മുല്ല, മുല്ലപ്പൂ, ഉണ്ട് സൗഗന്ധികം, പാമ്പരാഗ്. കയ്യിൽ വെച്ചിട്ട് ഞാൻ എന്തോ പറയും? ഞാൻ പറയാം. മുല്ലയ്ക്ക് മണമില്ല. ഇത് കാണിച്ചൂടെ? മുല്ലപ്പൂവിനുമുണ്ട് സൗഗന്ധികം, ഉറങ്ങുന്ന രാത്രി, പകല്, രാവിലെ. ഒരു ഉപ്പു സോഡ കൊടുത്തേ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. ഇത് കാണിച്ചൂടെ? ടിനിച്ചേട്ടന് ഇപ്പൊ SI ആയിരുന്നെങ്കിൽ ഇവിടെ കള്ളക്കേസിൽ കുടുക്കി 24 വർഷം തൂത്ത് കളഞ്ഞു. എന്തിന്? അവിടെ എന്താ തൂത്തുകളാണ്? മുല്ലപ്പൂ. അനു വീട്ടിലെന്താ തൂത്ത്? ചൂല്, മുറ്റം. ഇതാ പറഞ്ഞത് അച്ചായ മണ്ടനാണെന്ന്. പൊടി പൊടി. മുല്ലപ്പൂമ്പൊടി കിടക്കും, കല്ലിന് മുണ്ട്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും, കല്ലിന് മുണ്ട്, സൗഗന്ധികം. അങ്ങനല്ലേ? അത്ര ഓക്കെയാണോ? മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും, കിടക്കുന്നത് വരെ ഓക്കെ, ബാക്കി പറയാം. കല്ലിന് മുണ്ട്, സൗന്ദര്യം. സൗന്ദര്യം, സൗന്ദര്യം, സുന്ദരം, മനോഹരം. നമുക്ക് തോൽക്കാല്ലേ? നമുക്ക് തോറ്റെടുക്കാം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും, കല്ലിന് മുണ്ടൊരു സൗരഭ്യം. സൗരഭ്യം നിന്റെ ഉള്ളിലിരുന്നാ പോരാ, പുറത്തേക്ക് സൗരഭ്യം. എന്താ സൗരഭ്യം. സൗരഭ്യം അവിടം വരെ എത്തിച്ചിട്ടേ വണ്ടീനെ. അത് നിസ്സാര കാര്യമല്ല. കല്ലിന് മുണ്ടൊരു സൗരഭ്യം. ഇനി ടിനിച്ചേട്ടനെ എവിടെ കൊണ്ടിട്ടാലും സർവൈവ് ചെയ്യാൻ പറ്റും. അത്രയും വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. ഓക്കെ, അടുത്ത ടിനിച്ചേട്ടൻ എടുക്കണു, സുധിച്ചേട്ടൻ കാണിച്ചു തരണം. ഓക്കെ, വരും. കുതിര, കുളമ്പടി. അല്ല, ഈസിയാന്ന് പറഞ്ഞില്ല. ഓടുന്നു 10 വരെയാണ്. 1 കുതിര ഓടും, 2 ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിൽക്കും കുതിരയാണ്. മണ്ടച്ചി ഇങ്ങനെ പറയേണ്ടത്. ഓക്കെ, ഈ പഴഞ്ചൊല്ലുകളൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല. ഭയങ്കര ഏത് ചെറിയ കുട്ടികൾക്ക് വരെ അറിയാൻ പറ്റും. എന്തായാലും ടിൻചേട്ടാ, താങ്ക് യു സോ മച്ച്. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടും ഇതൊരു ശരിക്കും ഒരു ബ്രെയിൻ എക്സസൈസ് ആണ്. കാരണം നമ്മൾ എങ്ങനെയാണ് ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ വർക്ക് ചെയ്യും പല സ്ഥലങ്ങളും. ട്രെയിനിൽ നിന്ന് നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അനുവിനെ എന്ന് വീഡിയോ കോൾ വിളിച്ചിട്ടേ, കാരണം ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. എക്സസൈസ് വേണമെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാട്ടോ വീട്ടില്. പക്ഷെ എനിക്ക് വേറെ പോണ്ടി വരും. അല്ല, പിന്നെ പുള്ളി വേറെ ബ്രെയിൻ ഒക്കെ വാങ്ങിച്ചു വെക്കേണ്ടി. അപ്പൊ താങ്ക് യു സോ മച്ച് ടിനിച്ചേട്ടാ, അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. താങ്ക്സ്. താങ്ക് യു.